കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നുവെന്ന ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. രാജരാജേശ്വരി ദേവസ്ഥാനത്തിന് സമീപമാണ് യാഗം നടന്നതെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. വിവരശേഖരണത്തിനായി കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണൂരിൽ എത്തി. കേരളത്തിൽ ഇപ്പോഴും മൃഗബലി നടക്കുന്നുണ്ടോ? നിരോധിച്ച ദുരാചാരം കേരളത്തിലുണ്ടെന്നാണ് ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികളാണ് മൃഗബലി നടത്തിയതെന്ന് ഡി.കെ. ശിവകുമാർ ആരോപിച്ചു. ഇതിനായി ആട്, പോത്ത്, പന്നി എന്നീ മൃഗങ്ങളെ ബലി കൊടുത്തു. ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് കൃത്യമായി അറിയാമെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. ആരോപണത്തിന് പിന്നാലെ കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിന് കണ്ണൂരിലെത്തി. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി ഡി.കെ. ശിവകുമാർ വീണ്ടും രംഗത്തെത്തിയെങ്കിലും പൂജ നടത്തിയത് ആരെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ജനങ്ങളുടെ പ്രാർത്ഥന തനിക്ക് രക്ഷയാകുമെന്നും മന്ത്രവാദം ഏൽക്കില്ലെന്നും ഡി.കെ. ശിവകുമാർ പറയുന്നു. എന്നാൽ കേരളത്തിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന വിവാദ വെളിപ്പെടുത്തലിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. 24 ബംഗളൂരു.